ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനേ, വേണ്ട, അവിടെ കിടക്ക്. എന്നെ കാണുമ്പോ വെപ്രാളപ്പെട്ട് ഓടാൻ ഞാൻ എന്താ കൊല്ലം വന്നാണോ? ഏതോ വൃത്തികെട്ടവും വന്ന നട്ടാക്കുരുക്കാത്ത നുണകളൊക്കെ തട്ടി മൂളിച്ചിരിക്കുക. ജോലിസിനാണ് പോലും. പനിച്ചു വിറച്ച് കിടക്കപ്പുറത്തി കെട്ടപ്പോ സമാധാനമായല്ലോ. വഴിപാട് നടത്തുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്ന വഴിപാട് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? നിന്റെ മുട്ടുമുറിഞ്ഞപ്പോ ഭർത്താവായി എനിക്ക് മുറിഞ്ഞത് സ്വന്തം ചങ്ക. നീ അത് വല്ലതും അറിയുന്നുണ്ടോ? ആരെ പ്രീതിപ്പെടുത്താൻ ഈ സാഹസം എന്തെങ്കിലും പറഞ്ഞുകൂടെ നിനക്ക്? സ്വന്തം മുട്ടുമുറിച്ച് ചോര ബലികൊടുക്കേണ്ട ഏത് ദുഷ്ടമൂർത്തിയാ ക്ഷേത്രത്തിലുള്ളത്? ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. എന്നെ തൊടുകയും ചെയ്യരുത്. ജഗൻ പുറത്തു പോ. ഞാൻ പോയില്ല. അടുത്ത് വന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഭാര്യയെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ഭർത്താവിന് സംഭവിച്ചിരിക്കുന്ന ഭ്രഷ്ട് എന്താ? അപ്പച്ചിയും വിദ്യാർത്ഥിയും എന്തിന് പെറ്റമ്മ പോലും എന്നിൽ നിന്ന് മറച്ചു പിടിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ മഹാദോഷം എന്താ? ജോൽസിന് എനിക്ക് വിധിച്ചത് മൃത്യുദോഷമാണെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. ആ മഹാദോഷത്തെ പുറംകാലം കൊണ്ട് തട്ടിയെറിയും ഞാൻ. അമ്മേ, ചായ ഞാനിടാമേ. വേണ്ട, അവര് കാണും ഇവര് കാണും എന്ന് പറഞ്ഞ് എന്നെ ഇനി ഓടിക്കണ്ട. ചായ ഞാനുണ്ടാക്കാം. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക. മോളെ, ചായക്ക് തേയിലയും പഞ്ചസാരയും പാകാണോ നോക്ക്. കറക്റ്റ് ആണല്ലോ. പാചക ശിരോമണിയായ അമ്മയ്ക്ക് ഇങ്ങനൊരു സംശയം തോന്നാൻ എന്താ കാരണം? വയസ്സായില്ലേ, ലേശ ഓർമ്മക്കുറവ് ഇല്ലാതെ ഇല്ല. അതൊക്കെ അമ്മയുടെ തോന്നല. മോനും മരുമോളൊന്നും എണീറ്റില്ലേ? ഇല്ല, എണീറ്റ് വരുമ്പോ ഇനി മീനാക്ഷിയെ കണ്ട അത് മതി അടുത്ത പ്രശ്നത്തിന്.